ഓരോ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ ഹാപ്പിയാണ്. ഓരോ സബ്സ്ക്രൈബേഴ്സും അതൊരു സബ്സ്ക്രൈബർ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇന്നത്തെ മെയിനായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക പൗഡർ. നമ്മൾ റെസിൻ ഒരു റെസിൻ എന്ന് പറഞ്ഞൊരു സാധാരണ വെള്ളത്തിൻ്റെ കളറായിരിക്കുമല്ലോ, രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് പല ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഭാവനയിൽ എന്താ തോന്നണം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൈക്കപ്പ് പൗഡറാണ്. എനിക്കെല്ലാം ഓരോരോ പുതിയ ഐറ്റംസും ആഡ് ചെയ്യണത് എനിക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. അതെങ്ങനെ ഉണ്ടാവും ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈക്കപ്പ് പൗഡറാണ് ഇന്നത്തെ ടോപ്പിക്ക്. മൈക്കപ്പ് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ മെറ്റീരിയലാണ്. ഇപ്പോൾ റെസിൻ ജ്വല്ലറി മേക്ക് ചെയ്യുമ്പോഴേക്കും അതിനകത്തൊരു മാർബിൾ എഫക്റ്റും ഒരു ഷൈനിങ്ങും ഒരു മെറ്റാലിക് എഫക്റ്റൊക്കെ കിട്ടില്ലേ, അതിൻ്റെ ആളാണിത് മൈക്കപ്പ് പൗഡർ കേട്ടോ. ഉണ്ടോ, അത് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവേ. കുറേ നാടേൻ്റെ ഒരു ടൂത്ത് പിക്ക് എടുക്കുക, ഒരു തുള്ളി ആഡ് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് എത്രത്തോളം ഡിഫറെൻറ്റ് ഷെയ്ഡ് കിട്ടും. അതാണ് ഒരു പ്രത്യേകത. ഒരു ദിവസം ഞാൻ ഓരോരോ കളറ് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ വീഡിയോ ഇടാം കേട്ടോ. അതായത് എത്ര എമൗണ്ട് ഇടുമ്പോഴാണ് ഏതൊക്കെ ഷെയ്ഡാണ് വരണമായിരുന്നു എത്ര എടുത്താൽ മതി. കുറേ ഒന്നും വലിച്ചു വാരി ഇടരുത്. ടൂത്ത് പിക്കിലിടുക, കളർ ചേഞ്ച് ചെയ്യണം. നല്ല രസമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോസസ്സാണ്. നല്ല വീട് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് പറയാം. അതായത് മിക്സ് ചെയ്ത് കഴിയില്ലേ, രണ്ടും പാർട്ട് എയും പാർട്ട് ബിയിലേക്ക് ഹാർഡനറും ബ്രസിനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും ഫുള്ളിലോട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് മൊത്തത്തിലോട്ടാണ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ മിക്കപ്പോഴും തിരിച്ച് ഇതിലാണ് യൂസ് ചെയ്യണത്, എങ്ങനെയാണ് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട്. പിന്നെ ഒരു പയ്യെ തന്നെ ഇളക്കണേ, അല്ലെങ്കിൽ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത്ര എഫക്റ്റ് ആയിരിക്കും, ഒരു മെറ്റാലിക് എഫക്റ്റ്. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്, അതായത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റെസിനും ഹാർഡനറും ഓൾറെഡി സെറ്റായി മീൻസ് ഓൾറെഡി മിക്സ് ചെയ്ത് ബബിൾസ് ഒക്കെ പോയി ഒരുമാതിരി റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യുക. രണ്ടാമത്തത് മോൾഡിൽ കുറച്ച് ഇടുക, എന്നിട്ട് ഈ ബ്രഷിൽ ഇങ്ങനെ ഇടുക, ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഞാൻ കാണിച്ചു തരാവേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ റെസിൻ ഒഴിക്കുക. ഇനിയായിട്ടുള്ള ഫോമിലായിരിക്കും. ആയിട്ടുള്ള മോഡൽ ജസ്റ്റ് മൈക്കപ്പ് പൗഡർ ആഡ് ചെയ്യുക, ടെസ്റ്റ് പോലെ, എന്നിട്ട് മിക്സ് ചെയ്യുക. ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെസിൻ എടുത്തിട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു വേറെ തന്നെ എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് കപ്പിൽ മൈക്കപ്പ് പൗഡർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിക്കുക. ബിഗിനേഴ്സിന് പിന്നെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മൈക്കപ്പ് പൗഡർ ആഡ് ചെയ്യും. അതും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. പിന്നെ മൈക്കപ്പ് പൗഡർ ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് മിക്സ് ചെയ്യില്ല, അപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കും, അവിടെ ചെറിയ തടികളും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഡാർക്ക് കുറേ കളറായിട്ട് ഓവർലോഡായിട്ട് ഇങ്ങനെ ഇരിക്കും, അതും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒരു തിരിച്ച് ആഡ് ചെയ്ത് ഏതൊക്കെ കളറൊക്കെ ഉണ്ടാവും. ഒരു കളർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ ഓരോന്നും ആഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും. അപ്പോൾ നിങ്ങളെല്ലാം വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, നോക്കാം. ഓക്കെ, ഓരോ കളറും ഇത് പോയിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് ഇത് സെയിലായിട്ടുണ്ടായിരുന്നു ഈ കളറ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ അങ്ങനെ ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 അടുത്ത വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാം. 6 കളറുണ്ട്. 6 കളറും ഏതൊക്കെ ലൈറ്റ് ഷെയ്ഡാണെന്നുള്ളത്. ചിലപ്പോൾ ഇത്തിരി ലെങ്തി വീഡിയോ ആയിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. എന്തായാലും ആ വീഡിയോ ഇടാം കേട്ടോ. നമുക്ക് കാണാമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് മിക്സ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത്. ഓക്കെ, ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഒരു നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു റെസിൻ ജ്വല്ലറി മേക്കിംഗ് പെർഫെക്റ്റ് വേല ഉണ്ടാക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നുണ്ട്, അത് ഉണ്ടാക്കി നോക്കാണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാണ്ട് നമുക്കൊന്നും റിസൾട്ട് കിട്ടില്ല. ഇതൊരു തിയറി അല്ലല്ലോ, ചെയ്ത് തന്നെ നോക്കണം. ഞാൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറയണത് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കും നമുക്കറിയാവുന്ന
നമുക്ക് വേണ്ട അറിവും കൂടിയാണ് പറയണത്. പിന്നെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെറുതായിട്ട് ചെയ്തു തുടങ്ങുക മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക, എന്നാലും ബാക്കി പുറകെ വന്നോളൂ. ഓക്കെ, ബൈ, താങ്ക് യു.